ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെറിൻ അലീനയുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. മനസ്സിലുള്ളത് തുറന്നു പറയണോ പറയാതിരിക്കണോ എന്നൊരു ശങ്ക അവളെ അലട്ടുന്നുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. എന്നോട് ധൈര്യമായിട്ട് പറഞ്ഞോ, എങ്കിലല്ലേ എനിക്ക് മോളെ കണ്ടുപിടിക്കാൻ പറ്റൂ. ശ്രീകാര്യം എന്നൊരു സ്ഥലത്തിനടുത്ത ഓർഫനേജിന്റെ പേര് ലിറ്റിൽ ഫ്ലവർ. ഷെറിൻ അങ്ങിങ്ങ് നോക്കിയിട്ട് പതിയെ പറഞ്ഞു. അലീനയ്ക്ക് ആ ഓർഫനേജ് എവിടെയാണെന്ന് അറിയാമായിരുന്നു. ശ്രീകാര്യത്തിലല്ലോ അത്, പോങ്ങും മൂടിനടുത്ത് പ്രശാന്ത് നഗറിലല്ലേ. എനിക്ക് സ്ഥലമൊന്നും കൃത്യമായിട്ട് അറിയില്ല. അങ്ങോട്ട് കാറിലാ കൊണ്ടുപോകുന്നത്. അത് സന്ധ്യ കഴിഞ്ഞ്. അപ്പച്ചൻ പറയും കണ്ണടച്ചിരുന്നോളാൻ. സ്ഥലവും റോഡും ഒന്നും ഞാൻ തിരിച്ചറിയരുത്. ഷെറിൻ ഓർമ്മയിൽ നിന്ന് വാക്കുകൾ പരതി എടുത്തുകൊണ്ട് പറഞ്ഞു. ഒത്തിരി നിർബന്ധിക്കുമ്പോഴാണ് കൊണ്ടുപോകുന്നത്. ഞാൻ പട്ടിണി കിടക്കും, സൂയിസൈഡ് ചെയ്യുമെന്ന് പറയും. അന്നേരം ഒരുപാട് വഴക്കെല്ലാം പറഞ്ഞ് കാറിൽ കയറ്റിക്കൊണ്ടു പോകും. കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു ഓർഫനേജാണത്. കോൺവെന്റിന് മുമ്പിൽ കാർ നിർത്തിയിട്ട് എന്നെ ഇറക്കി നടത്തിക്കൊണ്ടു പോകും. ഒരു മുറ്റവും കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടും കടന്ന് കുറെ പടി കയറി കെട്ടിടത്തിൻ്റെ നീണ്ട വരാന്തയിൽ ചെല്ലും. 2 നിലയുണ്ടതിന്. താഴത്തെ നിലയിൽ സ്കൂളിൽ പോകുന്ന മുതിർന്ന കുട്ടികളായിരുന്നു. മുകളിലത്തെ നിലയിലാ കൊച്ചു കുഞ്ഞുങ്ങൾ. എനിക്കറിയാം, ഞാനവിടെ വന്നിട്ടുണ്ട് ബ്രിജിത്താമ്മയുടെ കൂടെ, അലീന പറഞ്ഞു. അന്ന് ഞാനും ഒരനാഥയായിരുന്നു. അലീന ഏത് ഓർഫനേജിലായിരുന്നു? കഴക്കൂട്ടത്ത് സ്നേഹനികേതം. ഞാൻ കേട്ടിട്ടില്ല. നിന്റെ അമ്മ ആരാണെന്ന് നിനക്കറിയാമോ? അപ്പോഴാണ് അലീന ഓർത്തത്, തൻ്റെ ജന്മരഹസ്യം അറിയാവുന്നവർ ആരൊക്കെയുണ്ട് കൊട്ടാരമറ്റം തറവാട്ടിൽ. പപ്പയ്ക്കറിയാം, വല്യപ്പച്ചനും അറിയാം. ആദ്യമായി ഞാൻ കൊട്ടാരമറ്റത്തേക്ക് പോയപ്പോൾ വല്യപ്പച്ചൻ പ്രത്യേകം ഉപദേശിച്ചിരുന്നു, നിന്റെ അമ്മയുടെ പേരും വിവരങ്ങളും ഒന്നും ആര് ചോദിച്ചാലും പറയണ്ട. അവർ ജീവിച്ചിരിപ്പുണ്ടെന്നോ അവരെ കണ്ടിട്ടുണ്ടെന്നോ ഒന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. പറഞ്ഞാൽ എന്താ വല്യപ്പച്ച? അതൊക്കെ പിന്നെ നാടു നീളെ അറിയും. ഏഷണി അങ്ങ് പാലായിൽ എത്തിച്ചു കൊടുക്കാനും ആളുണ്ടായെന്ന് വരും. ഞാൻ പറഞ്ഞില്ലെങ്കിലും പപ്പയാ പറയില്ലേ. ലാലിച്ചനാ പറഞ്ഞത് നിന്നോട് ഇക്കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കണമെന്ന്. ഞാൻ എങ്ങനെയാ കുളുത്തുപുഴയിൽ വന്നതെന്ന് അവർ ചോദിക്കുമ്പം എന്തു പറയും? നീ അഗതിമന്ത്രത്തിലായിരുന്നില്ലേ? ലാലിച്ചൻ്റെ മകളാണെന്ന് നീ എന്നറിയാവുന്ന ഒരാൾ നിന്നെ ലാലിച്ചൻ്റെ അടുത്തെത്തിച്ചു. അത്രേ ഉള്ളൂ. പപ്പയുടെ അനുജന്മാർക്ക് അറിയില്ലേ വല്യപ്പച്ച? ലാലിച്ചന് പണ്ട് ഒരു പാലക്കാരി പെണ്ണുമായി അടുപ്പമുണ്ടായിരുന്നു എന്നല്ലാതെ അത് ആരാ എന്താ എന്നൊന്നും അവർക്ക് ഓർമ്മയില്ല. 10-24 വർഷം കഴിഞ്ഞില്ലേ? കൊട്ടാരമറ്റം തറവാട്ടിൽ പോയപ്പോൾ ആൻസി ആൻറ്റിയും ബൽസമയാൻറ്റിയും പ്രത്യേക താല്പര്യത്തോടെ ചോദിക്കുകയുണ്ടായി, തൻ്റെ അമ്മ ആരാണെന്ന് അറിയാമോന്ന്, അവർ ഇപ്പോൾ എവിടെയുണ്ടെന്ന് എന്നെല്ലാം. വല്യപ്പച്ചൻ്റെ നിർദ്ദേശമനുസരിച്ച് അറിയില്ല എന്ന് തന്നെ മറുപടി പറഞ്ഞു. ഇപ്പോൾ ഷെറിനാൻറ്റിയുടെ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്നറിയില്ല. അലീന വതറി. അറിയില്ല അല്ലേ? നിമിഷങ്ങൾക്ക് ശേഷം അനുകമ്പയാർന്ന സ്വരത്തിൽ ഷെറിൻ പറഞ്ഞു. അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾ എങ്ങനെ അറിയും അവരുടെ അമ്മ ആരാണെന്ന്? പക്ഷേ അവരുടെ അമ്മമാർക്കറിയാം. എല്ലാ അമ്മമാർക്കും അറിയില്ല. അവരറിയാതെയും അവരുടെ മക്കൾ അനാഥാലയങ്ങളിൽ വന്നു ചേരുന്നുണ്ട്. അലീന പറഞ്ഞു. നിന്റെ അമ്മ ആരാണെന്ന് ലാലിച്ചായൻ അറിയില്ലേ? അറിയാം. അപ്പച്ചനോ? വല്യപ്പച്ചനും അറിയാം. നീ അവരോട് ചോദിച്ചില്ലേ? അതിനു മുമ്പേ എനിക്കറിയാമായിരുന്നു എൻ്റെ അമ്മ ആരാണെന്ന്. ഷെറിൻ കണ്ണുകളിൽ അതിശയം പടർന്നു. ആരാ? ഞാൻ എന്തു പറയാൻ പാടില്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. നീ കണ്ടിട്ടുണ്ടോ നിന്റെ അമ്മയെ? കണ്ടിട്ടുണ്ട്. ആ സ്ത്രീ നിന്നെ കണ്ടിട്ടുണ്ടോ? ഉവ്വ്. എന്നിട്ട് തിരിച്ചറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ അത് നിന്റെ അമ്മയല്ല. ഞാൻ എൻ്റെ മോളെ എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയും, എത്ര കാലം കഴിഞ്ഞാലും. പക്ഷേ എൻ്റെ അമ്മയ്ക്കറിയില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ജനിച്ചപ്പോഴേ ഞാൻ മരിച്ചു, അത്രയേ എൻ്റെ അമ്മയ്ക്കറിയൂ. നീ എന്തുകൊണ്ട് പറഞ്ഞില്ല അവരുടെ മകളാണെന്ന്? അമ്മയ്ക്ക് ഒരു ഭർത്താവുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്. ഷെറിൻ ജനാലയിലേക്ക് നോക്കി തുറച്ചു നോക്കി നിന്നു. ഇളം നീല നിറമുള്ള ജാലകവരിയിൽ ഒരു സിനിമ സ്ക്രിപ്റ്റ് എന്ന പോലെ അവൾ ചില സംഭവങ്ങൾ കാണുന്നുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. ഷെറിൻ നിഷേധാർത്ഥത്തിൽ പതിയെ തലയാട്ടി. എന്നോടും അവർ കള്ളം പറഞ്ഞതാണ് അല്ലേ? അവൾ പ്രത്യാശയോടെ അലീനയെ നോക്കി. എന്ത് കള്ളമാ പറഞ്ഞത്? എൻ്റെ കുഞ്ഞു മരിച്ചുപോയിന്ന്. ആരാ പറഞ്ഞത്? എല്ലാവരും പറഞ്ഞു. ഓർഫനേജിൽ പോയി അന്വേഷിച്ചില്ലേ? അവിടെ ഇല്ലായിരുന്നു. അവരും പറഞ്ഞു മരിച്ചു പോയിരിക്കാമെന്ന്. അവിടുന്ന് ആരോ ദത്തെടുത്തു കൊണ്ടുപോയി കുറേ നാൾ കഴിഞ്ഞ് അസുഖം വന്ന് മരിച്ചു. ഷെറിൻ്റെ മുഖം തൻ്റെ കുട്ടി മരിച്ചുപോയ ഒരമ്മയുടേതെന്ന പോലെ വെളുത്തു വിളറി. ചുണ്ടുകൾ ഇരുണ്ടു. മുഖം മാത്രമല്ല, അവളുടെ ശരീരവും മുറുകുകയാണെന്ന് തോന്നുകയായിരുന്നു. കൈ രണ്ടും അവൾ മടിയിൽ ചുരുട്ടിപ്പിടിച്ചു. സത്യം എന്താണെന്ന് നമുക്ക് അന്വേഷിച്ചറിയാം, അലീന സ്വാതന്ത്ര്യം പോലെ പറഞ്ഞു. ഷെറിൻ മിണ്ടാതിരുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന സമുചിതയ്ക്ക് മാറ്റം വന്നെന്ന് അലീനയ്ക്ക് മനസ്സിലായി. കുറേ നിമിഷങ്ങൾക്ക് ശേഷം ഷെറിൻ മെല്ലെ മുഖം തിരിച്ച് അലീനയെ നോക്കി. എനിക്കൊരു മോളുണ്ടായിരുന്നു.
അലീന അന്താളിച്ചു പോയി. എന്തു പറ്റി? ഇപ്പം എനിക്ക് തോന്നുന്നു ഇല്ലായിരുന്നെന്ന്. ഞാൻ കണ്ടതായിരിക്കും, മരിച്ചു പോകുന്നത് മാത്രം സ്വപ്നത്തിൽ കണ്ടില്ല. അതുകൊണ്ടാ സംശയം. അതുകൂടി കണ്ടിരുന്നെങ്കിൽ ആ സ്വപ്നത്തിൽ എന്ന പോലെ ഷെറിൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് തന്നെത്താൻ ചിരിച്ചു. അലീനയ്ക്ക് സങ്കടം വന്നു. ഒരു കുഞ്ഞിനെ പ്രസവിച്ചതും പിന്നീട് അതിനെ നഷ്ടപ്പെട്ടതുമെല്ലാം സത്യമോ മിഥ്യയോ എന്നറിയാതെ മനോരോഗത്തിനപ്പുറത്തും ഇപ്പുറത്തും പെണ്ടുലം പോലെ ചാഞ്ചാടുന്ന ദുർബല മനസ്സുമായി ഒരമ്മ. രാത്രി ഔതുക്കുട്ടിച്ചാൻ അലീനയുടെ മുറിയിൽ വന്നു. ഇവളെ നിന്റെ മുറിയിലാണോ കിടത്തുന്നേ? അയാൾ ചോദിച്ചു. അതെ, ഇത് നിനക്ക് മാത്രമായിട്ട് ലാലിച്ചൻ തന്ന മുറിയല്ലേ? അവൾക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ മുറിയിൽ കിടക്കാലോ. ഇന്നിങ്ങ് വന്നതല്ലേ ഉള്ളൂ. ഇവിടെയെല്ലാം ഒന്ന് പരിചയമാകട്ടെ വല്യപ്പച്ച. ഇതൊക്കെ ആദ്യമേ ചെയ്യുന്നതാ നല്ലത്. പിന്നീട് മാറ്റുമ്പം അതൊരു വിഷമത്തിന് കാരണമാകും. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുള്ള കൂട്ടത്തിലൊന്നുമല്ല അവൾ. ഇവിടെ കിടന്നാൽ എന്താ വല്യപ്പച്ച? നിനക്ക് ചിലപ്പം ഉറങ്ങാൻ പറ്റിയില്ലെന്ന് വരും. രാത്രിയിലൊക്കെ ഓർക്കാപ്പുറത്ത് എണീറ്റ് ലൈറ്റ് ഇട്ടുകൊണ്ട് മുറി കൂടെ നടക്കും. ചിലപ്പം പാട്ട് പാടും, വർത്തമാനം പറയും, ചിരിക്കും, കരയും. നീ പേടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത്. അലീനയ്ക്ക് ലേശം ഉൾഭയം തോന്നി. എന്നും അങ്ങനെയുണ്ടോ? എന്നുമില്ല, വല്ലപ്പോഴും. ഉപദ്രവിക്കൊന്നുമില്ലല്ലോ. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് വെച്ച് ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, അവൾ കിടക്കുന്ന മുറി പുറമേ നിന്ന് പൂട്ടും. അല്ലെങ്കിൽ രാത്രി ചിലപ്പോൾ ഇറങ്ങിപ്പോയെന്ന് വരും. അലീന ഷെറിനെ നോക്കി. ഇതൊന്നും തന്നെ സംബന്ധിച്ച കാര്യമേ അല്ലെന്ന മട്ട് തല ചൊറിഞ്ഞ് കൈനഖങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാരമില്ല വല്യപ്പച്ച, എന്തായാലും എൻ്റെ കൂടെ കിടന്നോട്ടെ. വല്യപ്പച്ചന് അത് അത്ര തൃപ്തികരമായില്ലെന്ന് അലീനയ്ക്ക് മനസ്സിലായി. നിന്നെ ലാലിച്ചൻ വിളിച്ചാൽ അങ്ങോട്ട് ചെല്ലാൻ അതുകുട്ടിച്ചാൻ പറഞ്ഞു. അലീനയ്ക്ക് ആശ്ചര്യമായി. ഇവിടെ ഇരുന്നോ കേട്ടോ, ഞാനിപ്പം വരാമേ, അലീന ഷെറിനോട് പറഞ്ഞു. അവൾ ഒരു കുട്ടിയെപ്പോലെ തലയാട്ടി. ഇടനാഴിയിലൂടെ സ്റ്റാൻലിയുടെ മുറിയിലേക്ക് നടന്നു നീങ്ങുന്നതിനിടയിൽ അതുകുട്ടിച്ചാൻ പറഞ്ഞു. അവളെ ഒറ്റയ്ക്ക് കിടത്തുന്നതാ മോളെ നല്ലത്. ചില സമയത്ത് പൈത്യം വിളിക്കുക, പിന്നെ നിനക്ക് സൗകര്യം കിട്ടത്തില്ല. ഞാൻ നോക്കിക്കൊള്ളാം വല്യപ്പച്ച. നീ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാ. അതൊരു ബാധ കയറിയതുപോലെയാ. അറിയാത്തവർക്ക് കണ്ടാ പേടിയാകും. സാരമില്ല, എന്നെ ഉപദ്രവിക്കില്ല. ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. എന്നോട് ഇഷ്ടമാ റാണി ആൻറ്റിക്ക്. അവൾ വല്ലതും പറഞ്ഞോ നിന്നോട്? ഒരു മോളുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും കൂടി അതിനെ ഓർഫനേജിൽ ഉപേക്ഷിച്ചെന്നും ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. മരിച്ചുപോയെന്ന് ആരൊക്കെയോ കള്ളം പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്രേ. എല്ലാം അവളുടെ ഓരോരോ തോന്നലുകളാ. കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം പൈത്യം തുടങ്ങിയെന്ന്. അതാണ് ലക്ഷണം. അത് കുട്ടിച്ചായൻ പറഞ്ഞു. ഒരു മോളുണ്ടായിരുന്നൊക്കെ വെറുതെ പറയുന്നതാണോ വല്യപ്പച്ച? പിന്നല്ലാതെ. ഇനി അഥവാ അത് സത്യമാണെന്ന് തെളിഞ്ഞാൽ വല്യപ്പച്ചനെ ഞാൻ എങ്ങനെ കരുതണം? വൃദ്ധൻ അന്താളിച്ചു പോയി. ചോദ്യം സമയമായിരുന്നെങ്കിലും അതിലുണ്ടായിരുന്ന മുൾമന അയാളുടെ ഹൃദയത്തെ ചെന്നു തറച്ചു. സ്റ്റാലിയുടെ റൂമിന് മുമ്പിൽ എത്തിയിരുന്നതിനാൽ ഔതുക്കുട്ടിച്ചാൻ മറുപടി പറയേണ്ടി വന്നില്ല. അതിന് കാത്തു നിൽക്കാതെ അവൾ ഡോർ ഹാൻഡിൽ പിടിച്ചു തിരിച്ചു വാതിൽ തുറന്നു. പപ്പ നായ്ക്കളോടൊപ്പം സോഫയിലിരിക്കുന്നത് അലീന കണ്ടു. വാ, അയാൾ കയ്യാട്ടി വിളിച്ചു. അലീന അകത്തേക്ക് ചെന്നു. ടീപ്പോയിൽ മദ്യക്കുപ്പി, സോഡ, സിഗരറ്റ്, ഒഴിഞ്ഞ ഗ്ലാസ് എന്നീ പതിവ് സംഗതികളെല്ലാം ഉണ്ട്. ഇരിക്ക്. അയാൾ അല്പം നിരങ്ങി മാറി അവൾക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്തു. അയാളോട് ചേർന്നിരുന്ന ജർമ്മൻ ഷെപ്പേർഡും അല്പം സഹകരിച്ചു. അവൾ ഇരുന്നതും നായ അവളുടെ മടിയിലേക്ക് തല നീട്ടി വെച്ചു കൊടുത്തു. അങ്ങനെ ചെയ്താൽ അവൾ അവൻ്റെ ചെവിയും തലയും തടവിക്കൊടുക്കുമെന്ന് അവനറിയാം. അപ്പച്ചനെന്താ നിൽക്കുന്നത്? ഒരു പെഗ് കഴിക്കണോ? സ്റ്റാൻലി ചോദിച്ചു. എനിക്ക് വേണ്ട. എന്നാൽ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ഇവളെ തിരിച്ചു മുറിയിലെത്തിക്കേണ്ടേ? പിന്നെ 110 മൈൽ ദൂരമല്ലേ ഇവിടുന്ന് അവളുടെ ബെഡ്റൂമിലേക്ക്. ഞാനൊരു ടാക്സി പിടിച്ച് കയറ്റി വിട്ടോളാം. വിളിച്ചോണ്ട് വരാൻ ഞാൻ വേണമായിരുന്നല്ലോടാ. അതുകുട്ടിച്ചായന് ദേഷ്യം വന്നു. വെറുതെ അല്ല പഴഞ്ചൊല്ല്. പാലം കടക്കുവോളം നാരായണ. പിറുപിറുത്തുകൊണ്ട് വൃദ്ധൻ മുറിവിട്ടിറങ്ങി. ആ വാതിലും കൂടി അടച്ചേക്കണം, സ്റ്റാൻലി പറഞ്ഞു. അതുകുട്ടിച്ചായൻ വാതിലടച്ചപ്പോൾ അല്പം ശക്തി കൂടിപ്പോയി. കണ്ടല്ലോ ദേഷ്യം. അപ്പച്ചൻ ഇവിടെ ഇരുന്ന് കുറച്ച് കൊച്ചു വർത്തമാനം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെന്തിനാ പപ്പ പറഞ്ഞയച്ചത്? മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. മനസ്സിലായില്ലേ? പപ്പ ഇന്നിപ്പോൾ എത്ര എണ്ണം കഴിച്ചു? 4 പെഗ്. ചുരുട്ടോ? 3. ഒരു പെഗിന് എത്ര രൂപയാകും? 24. ഇതിത്തിരി വില കൂടിയതാണ്. എന്നാലും എത്ര രൂപയാകും? ഒരു 400 രൂപ. ചുരുട്ടിനോ? 50 രൂപയ്ക്ക് താഴെ. നാളെ മുതൽ പപ്പ ഇവയെല്ലാം ഓരോന്ന് വീതം കുറച്ചിട്ട് 450 രൂപ എനിക്ക് തരാമോ? എന്തിനാണ്? പാവങ്ങൾക്ക് കൊടുക്കാൻ. നിനക്ക് എത്ര രൂപ വേണേലും ഞാൻ തരുമല്ലോ. അങ്ങനെ വേണ്ട. 4 പെഗ് 3 കുറച്ചിട്ട് കിട്ടുന്ന ലാഭം മതി എനിക്ക്. അതൊരു വാശിയല്ലേ? അല്ല പപ്പ, എനിക്ക് വേണ്ടി പപ്പയുടെ ഒരിഷ്ടം വേണ്ടെന്ന് വെക്കുമ്പോൾ എനിക്ക് പപ്പയോട് സ്നേഹം കൂടും. പപ്പ ഒരു പെഗ് കുറച്ച് കഴിക്കുമ്പോൾ പപ്പയുടെ ആയുസ്സും ആരോഗ്യം വർദ്ധിക്കും. പപ്പ വേണ്ടെന്ന് വെക്കുന്ന ഒരു പെഗിൻ്റെ പൈസ കൊണ്ട് ഒരു വർഷത്തിനകം വീടില്ലാത്ത 2 കുടുംബത്തിനെങ്കിലും ഓരോ വീടുണ്ടാക്കാം.
അല്ലെങ്കിൽ സ്ത്രീധനം കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത 2 പെൺകുട്ടികളുടെ കല്യാണം നടത്താം. അതുമല്ലെങ്കിൽ ഫീസും പുസ്തകവും യൂണിഫോം ഇല്ലാത്ത 20 കുട്ടികൾക്ക് പഠിക്കാം. അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവുമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. പപ്പയൊന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ. സ്റ്റാൻലി തെല്ലൊന്ന് അമ്പരന്ന മട്ടിൽ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഞാൻ എപ്പോഴും ഇത്ര വില കൂടിയ മദ്യമല്ല കുടിക്കാറ്. വില കൂടിയത് കഴിക്കുമ്പം ആദ്യത്തെ പെഗ് വേണ്ടെന്ന് വെച്ചിട്ട് ആ പൈസ എനിക്ക് തരണം. വില കുറഞ്ഞത് കഴിക്കുമ്പോൾ അവസാനത്തേതും വേണ്ടെന്ന് വെക്കണം. പക്ഷേ ഒരു കാര്യം, എന്നെ പറ്റിക്കരുത്. പപ്പയ്ക്ക് വേണ്ടുവോളം കഴിച്ചിട്ട് ഒരെണ്ണം കഴിച്ചിട്ടുണ്ടെന്ന് പറയരുത്. എനിക്ക് കൃത്യമായ അളവില്ല. രാവിലെ മുതൽ കഴിച്ചു തുടങ്ങും. ഉച്ചയ്ക്ക് മുൻപും കഴിക്കും. 5 മണിക്കും 8 മണിക്കും കഴിക്കും. പിന്നെ കിടക്കുന്നതിന് മുൻപ്. കുപ്പികളെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന അലമാരയുടെ താക്കോൽ എന്നെ ഏൽപ്പിച്ചാൽ മതി. ആവശ്യമുള്ളപ്പോഴെല്ലാം ഞാൻ എടുത്തു തരാം. അത് മോശമാണ്. നിന്നെക്കൊണ്ട് ഞാൻ മദ്യം ഒഴിപ്പിച്ച് കഴിക്കുന്നത് ശരിയല്ല. പപ്പയും ഞാനും മാത്രം അറിഞ്ഞാൽ മതി. അത് കുട്ടിച്ചായനോട് പോലും പറയണ്ട. ഒരു അസ്വാതന്ത്ര്യം വന്നാൽ ആരെങ്കിലും മതി എന്ന് പറഞ്ഞു കയ്യിൽ കയർ പിടിച്ചാൽ എനിക്കൊരു തൃപ്തി വരില്ല. കൂടുതൽ കഴിക്കണമെന്ന് തോന്നും. ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കൈ കയറി പിടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങ് മാറി. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതും അങ്ങനെ തന്നെയാ. കേണലിന്റെ വിചാരം ലോകത്ത് ആരെയും പേടിക്കാനില്ലെന്നാ. നിന്നെ വിളിച്ചത് മണ്ടത്തരമായോ? സ്റ്റാൻലി മദ്യക്കുപ്പിയുടെ അടുത്ത് അടപ്പ് തുറന്നു. പപ്പ ഇങ്ങനെ വിചാരിച്ചാൽ മതി. പപ്പയുടെ മകൾ ഒരു അനാഥാലയത്തിൽ ജീവിച്ചത്. മനസ്സലിവുള്ളവർ ദാനമായിട്ട് കൊടുത്ത ഭക്ഷണമാ അവൾ കഴിച്ചത്. ആരൊക്കെയാ ദാനം തന്ന ഉടുപ്പുകളോ ഇട്ട് നടന്നത്? ആരോ വാങ്ങിത്തന്ന പുസ്തകങ്ങളും ബുക്കുകളും വെച്ചാ പഠിച്ചത്. ആ കടം വീട്ടണ്ടേ പപ്പ? 1-2 പെഗ് ദിവസം വേണ്ടാന്ന് വെച്ചിട്ട് പപ്പ ആ പൈസ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിക്കുമ്പോൾ കുഞ്ഞുനാളിൽ പപ്പ എനിക്ക് നല്ലൊരു പുത്തനുടുപ്പ് വാങ്ങിച്ചു തന്നതുപോലെയാ അത്. അലീന പറഞ്ഞു നിർത്തി. സ്റ്റാൻലി ഇടതുകൈയിൽ മദ്യക്കുപ്പിയും വലതുകൈയിൽ അതിൻ്റെ കോർക്കടപ്പുമായി കർത്തവ്യമൂഢനായിരുന്നു. അലീന ഓഫനേജിനെ പറ്റി പറയുമ്പോഴെല്ലാം അയാൾ അസ്വസ്ഥനായിരുന്നു. അവിടെ അവൾ അനുഭവിച്ച യാതനകളെപ്പറ്റി പറയുമ്പോൾ അയാൾ അധീരനും ദുർബലനുമായി പോയിരുന്നു. പപ്പ അതുകൂടി ഒഴിച്ചു കുടിച്ചോ. നാളെ മുതൽ നമുക്ക് തുടങ്ങാം. നാളെ 1-ാമത്തെ ദിവസം. 24 വർഷം മുമ്പ് എന്നെ സ്നേഹനിധത്തിൽ കൊണ്ടുവന്ന ദിവസം. ഒരു ചോരക്കുഞ്ഞ് ഒന്നും ഓർക്കാറായിട്ടില്ല. കരയാൻ മാത്രം അറിയാം. ഓർഫനേജിലുണ്ടായിരുന്ന ചേച്ചിമാരോ ബ്രിജിത്ത മമ്മിയോ ആരെങ്കിലും എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. വിശന്ന് കരഞ്ഞപ്പോൾ മടിയിൽ കിടത്തി കുപ്പിപ്പാൽ തന്നിട്ടുണ്ടാവും. എനിക്ക് തണുക്കാതിരിക്കാൻ ഒരു കുഞ്ഞുടുപ്പ് ഇടിയുകയും ടവൽ കൊണ്ട് പുതുപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവും. ആദ്യ ദിവസത്തെ ആ കടം നമുക്ക് നാളെ തീർക്കണം. 2-ാം ദിവസത്തെ കടം മറ്റന്നാൾ. 3-ാം ദിവസത്തെ കടം അങ്ങനെ. അലീന സ്റ്റാൻലിയോട് കൈനീട്ടി അവൾക്കൊരു വാഗ്ദാനം കിട്ടണം. സ്റ്റാൻലി മദ്യക്കുപ്പിയിലേക്കും വലത് കയ്യിലിരുന്ന കോർക്കിലേക്കും നോക്കി. അലീനയെ ഒന്നുകൂടി നോക്കിയ ശേഷം അയാൾ കോർക്കിട്ട് കുപ്പി അടച്ചു. അനന്തരം അലീന നീട്ടിയ കൈത്തലം പിടിച്ച് അമർത്തി. ശരി. അയാൾ തലകുലുക്കി. പപ്പയ്ക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ. അലീന നിറമിഴികളോടെ അയാളെ നോക്കി. അയാൾ അവളുടെ തോളത്ത് കൈവച്ചു. ചേർത്ത് പിടിക്കുക മാത്രം ചെയ്തു. അലീന പപ്പയുടെ തോളത്തേക്ക് തല ചേർത്ത് വെച്ച് പതിയെ കണ്ണടച്ചു. നിന്നെ ഞാൻ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? സ്റ്റാൻലി ചോദിച്ചു. പപ്പ പറഞ്ഞില്ലല്ലോ. ഷെറിനെപ്പറ്റി ആരാ നിന്നോട് പറഞ്ഞത്? അപ്പച്ചനാണോ? വലിയപ്പച്ചൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പുനലൂർ കിട്ടിയ വിവരങ്ങളാണോ? അല്ല പപ്പ. ഷെറിൻ നിന്നോടെന്തെങ്കിലും പറഞ്ഞു? ഞാൻ ചോദിച്ചപ്പോൾ ഒരു മൂളുണ്ടായിരുന്നെന്ന് സമ്മതിച്ചു. അത്രേ ഉള്ളൂ. പപ്പയ്ക്കറിയാവുന്ന കാര്യമല്ലേ അതെല്ലാം. ഞാൻ അവിടെ ഒരൊറ്റയാനായിട്ടാണ് ജീവിച്ചു പോകുന്നത്. അപ്പച്ചൻ ആണ്ടിലൊരിക്കലോ മറ്റോ വന്നു പോകും. ഞാൻ തറവാട്ടിലേക്ക് പോകാറേ ഇല്ല. അവിടുത്തെ വിവരങ്ങളൊന്നും എന്നെ ആരും അറിയിക്കാറുമില്ല. കല്യാണമോ മരണമോ ഉണ്ടായാൽ മാത്രം പോകും. ഷെറിൻ്റെ കല്യാണത്തിനു ശേഷം എന്ത് സംഭവിച്ചെന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അവൾക്കെന്തോ മാനസിക രോഗമുണ്ടെന്നും ഹസ്ബൻഡ് ഉപേക്ഷിച്ചുവെന്നും മാത്രം അറിയാം. എന്നെ പങ്കെടുപ്പിക്കാതെ വിഷയങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാറില്ലായിരുന്നു. കല്യാണത്തിന് മുൻപ് റാണിയാൻറ്റി ഒരു കുഞ്ഞിനെ പ്രസവിച്ച വിവരം പപ്പ അറിഞ്ഞിട്ടില്ലേ? അതൊന്നും എന്നോടാരും പറഞ്ഞിട്ടില്ല. ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. അതെന്തോ കുഴപ്പങ്ങളുണ്ടായെന്നൊക്കെ പിന്നീട് ആരോ പറഞ്ഞു കേട്ടു. എന്നെ അറിയിക്കാൻ ആർക്കും താല്പര്യമില്ലായിരുന്നിരിക്കാം. അറിയാൻ പപ്പയ്ക്കും ആഗ്രഹമില്ലായിരുന്നു. എന്നോ ഒരിക്കൽ ഷീ ബീൻ കൺസീവിങ് എന്നൊരു ബാഡ് ന്യൂസും കേട്ടിരുന്നു. അതായിരുന്നു കുഴപ്പമെന്ന് തോന്നുന്നു. റാണിയാൻറ്റി എറണാകുളത്ത് പഠിച്ചിരുന്ന കാലത്ത് അവിടെ പാലാരിവട്ടത്തിനടുത്ത് തമ്മനത്തുള്ള ജിജോ എന്നൊരാളുമായി സ്നേഹത്തിലായിരുന്നു. ജിജോയുടെ പപ്പയും ഒരു എക്സ് മിലിറ്ററിക്കാരനാണ്. പേര് മാമച്ചൻ. മമ്മിയുടെ പേര് ഗ്രേസ്യാമ്മ. വീട്ടിലൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഇഷ്ടമായിരുന്നു. കല്യാണം ആലോചിക്കുന്നതിനിടയിൽ ജിജോ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ടു മരിച്ചു.
ആ സമയം റാണി ആൻറ്റി ഗർഭിണിയായിരുന്നു. കുറെ താമസിച്ചാണ് പുനൂരിലെ വീട്ടിൽ ഈ വിവരം അറിഞ്ഞത്. എന്തായാലും റാണി ആൻറ്റി ആ കുഞ്ഞിനെ പ്രസവിച്ചു. തിരുവനന്തപുരത്തെ ഒരു അഗതി മന്ദിരത്തിന് കുഞ്ഞിനെ സംഭാവന ചെയ്തിട്ട് വല്യപ്പച്ചനും കൂട്ടുകാരും കുടുംബത്തിൻ്റെ മാനവും രക്ഷിച്ചു വന്നു വേണമല്ലോ കരുതാൻ. പക്ഷെ റാണി ആൻറ്റി കുട്ടിയെ കാണണമെന്ന് വാശി പിടിച്ചു. നിവൃത്തിയില്ലാതെ തറവാട്ടിലുണ്ടായിരുന്നവർ ഇടയ്ക്കിടെ റാണി ആൻറ്റിയെ തിരുവനന്തപുരത്തെ ഓഫനേജിൽ കൂട്ടിക്കൊണ്ടുപോയി കുഞ്ഞിനെ കാണിച്ചു കൊടുക്കും. സ്റ്റാൻലി ആശ്ചര്യനിബദ്ധനായി അലീനയെ നോക്കിക്കൊണ്ടിരുന്നു. അയാൾ ഇതേപ്പറ്റി മുൻപ് കേട്ടിട്ടുകൂടിയില്ല. അലീന തുടർന്ന് പറഞ്ഞു, കുഞ്ഞിന് 2 വയസ്സായപ്പോഴേക്കും വീട്ടുകാരെല്ലാം കൂടി നിർബന്ധിച്ച് റാണി ആൻറ്റിയുടെ കല്യാണം നടത്തി. അതെനിക്കറിയാം. ടോണി എന്നു പേരുള്ള ഒരു ഗൾഫുകാരൻ, മൂവാറ്റുപുഴ സ്വദേശി. കല്യാണം കഴിഞ്ഞ് അയാൾ അവളെ ഗൾഫിലേക്ക് കൊണ്ടുപോയെന്നും അറിയാം, സ്റ്റാൻലി പറഞ്ഞു. 1.5 വർഷത്തിന് ശേഷം റാണി ആൻറ്റി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തിരുവനന്തപുരം ഓഫനേജിൽ ചെന്നു കുഞ്ഞിനെ കാണാൻ. പക്ഷെ കുഞ്ഞവിടെയില്ല. അതിനെ ആരോ ദത്തെടുത്തോണ്ട് പോയെന്നും പിന്നീട് ആ കുഞ്ഞിന് എന്തോ രോഗം വന്ന് മരിച്ചുപോയെന്നുമാണ് റാണി ആൻറ്റിക്ക് കിട്ടിയ വിവരം. റാണി ആൻറ്റി അത് വിശ്വസിച്ചില്ല. തിരിച്ചു ഗൾഫിൽ ചെന്ന ശേഷം റാണി ആൻറ്റിക്ക് മോളെപ്പറ്റി ഓർത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ടു. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് തീർച്ചയില്ല. കൊന്നതാണോ ആർക്കെങ്കിലും വിറ്റതാണോ എന്നും അറിയില്ല. ഒരമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റുമോ? എന്തായാലും റാണി ആൻറ്റിയുടെ ഭർത്താവ് മനോരോഗിയായ ഭാര്യയെ കൂട്ടി നാട്ടിൽ തിരിച്ചെത്തി. കൊട്ടാരമറ്റം തറവാട്ടിൽ വന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുണ്ടായത് സത്യമാണെന്ന് വീട്ടിലുള്ളവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെയാ റാണി ആൻറ്റിയെ ഉപേക്ഷിക്കപ്പെട്ടത്, അലീന പറഞ്ഞു നിർത്തി. സ്റ്റാൻലി അവിശ്വസനീയതയോടെ തലയാട്ടി കുറച്ചുനേരം അനങ്ങാതെയിരുന്നു. താടിയൊഴിഞ്ഞുകൊണ്ട് ജനാലയ്ക്ക് നേർക്ക് നോക്കി. പിന്നീട് കുപ്പിയെടുത്ത് കോർക്ക് തുറന്ന് ഒരു ഗ്ലാസ്സിൽ ഒഴിക്കാൻ ഭാവിച്ചിട്ട് പുനരാലോചനയിൽ അത് വേണ്ടെന്ന് വെച്ച് കോർക്കിട്ട് കുപ്പിയടച്ചു. ഇതെല്ലാം സത്യമാണോ? അയാൾ വിശ്വാസം വരാതെ ചോദിച്ചു. എല്ലാ സത്യങ്ങളും അറിയില്ല. ഇത് ഇതിനേക്കാൾ ഭയങ്കരമായിരിക്കും, സ്റ്റാൻലി ദീർഘമായി നിശ്വസിച്ചു. അപ്പച്ചൻ പണ്ട് മുതലേ അന്തസ്സിൻ്റെ ആളാ. തറവാടിൻ്റെ അന്തസ്സ് നോക്കി എന്തും ചെയ്യും. ഔസേപ്പച്ചനും ആൽബർട്ടുമാണെങ്കിൽ അതിൻ്റെ ഹോൾസെയിൽ ബിസിനസ്സുകാരാണ്. ഈ അന്തസ്സ് എന്താ പപ്പ? അതെവിടെയായിരിക്കുന്നത്? മൂടി പിടിപ്പിച്ച വലിയ ബംഗ്ലാവിലും വില കൂടിയ കാറിലും മുള്ളുവേലി കെട്ടിയ അതിര് തിരിച്ച എസ്റ്റേറ്റിലുമാണോ? വലിയ ഇരുമ്പ് ഗേറ്റിൽ എഴുതി വെച്ച കൊട്ടാരമറ്റം എന്ന വീട്ടുപേരിലാണോ? ആ അന്തസ്സ് എത്ര കാലം നിലനിൽക്കും? ബംഗ്ലാവ് ആരെങ്കിലും ഇടിച്ചു കളഞ്ഞ് പുതിയത് പണിയും. ഇരുമ്പ് ഗേറ്റ് ആക്രി കച്ചവടക്കാർ കൊണ്ടുപോകും. എസ്റ്റേറ്റ് അനേകം കഷ്ണങ്ങളാക്കി പങ്കിട്ടു പോകും. 200 കൊല്ലം മുൻപ് കൊട്ടാരമറ്റം തറവാട്ടിലെ ആരൊക്കെ ജീവിച്ചിരുന്നു പപ്പയ്ക്കറിയാമോ? ഒഴിഞ്ഞ കൊല്ലത്തിനിപ്പുറം കൊട്ടാരമറ്റം എന്നൊരു തറവാട്ട് ശേഷിക്കുമെന്ന് പപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? അത് അന്തസ്സല്ല, അഹങ്കാരമാണ്. ശരിക്കുള്ള അന്തസ്സ് അവനവൻ്റെ ഹൃദയത്തിലാണ് വേണ്ടത്. അത് വിശ്വസിക്കുന്നവന് ആഹാരം കൊടുക്കാനും രോഗിയെ ശുശ്രൂഷിക്കാനും വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകാനും ദുഃഖിക്കുന്നവൻ്റെ കണ്ണീര് തുടച്ച് ആശ്വസിപ്പിക്കാനും അനാഥരായവരെ സ്നേഹിക്കാനും അന്തസ്സിന് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് ബ്രിജിത്ത മമ്മി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറയാൻ കൊള്ളാം. അയൽക്കാരെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും അപവാദം പറയിക്കാതെ നോക്കണ്ടേ? സ്റ്റാൻലി ആർക്കിച്ചു. ആര് നോക്കണം? അപവാദം പറയാതെ നോക്കേണ്ടത് അയൽക്കാരനും നാട്ടുകാരുമാണ്, നമ്മളല്ല. നമ്മുടെ ജോലി എന്താ? അന്തസ്സായിട്ട് പെരുമാറുക. ഞാൻ പപ്പയുടെ മോളാണെന്നറിഞ്ഞപ്പോൾ പപ്പ അയൽക്കാരെ നാട്ടുകാരെ നോക്കിയോ? ഇല്ല. അന്തസ്സായിട്ട് എന്നെ സ്വന്തം മകളായി അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും എന്തൊരു സന്തോഷമാ. അയൽക്കാരും നാട്ടുകാരും പറയുന്നുണ്ടായിരിക്കും, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് നമ്മളാരും വിചാരിച്ച പോലെയല്ല, കക്ഷിക്ക് രഹസ്യപുത്രയൊക്കെ ഉണ്ടെന്ന്. അവർ പറയട്ടെ, നമുക്കെന്താ? നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നീ പറയുന്നത് ശരി തന്നെ. പക്ഷേ അവിവാഹിതയായ ഒരു കുട്ടി പ്രസവിക്കുന്നത് അന്തസ്സല്ലെന്നാണ് ഞാനും വിചാരിക്കുന്നില്ല. എൻ്റെ അമ്മ പ്രസവിച്ചില്ലേ കല്യാണത്തിന് മുൻപേ? പപ്പയ്ക്കും അതിലൊരു പങ്കില്ലേ? ഞാൻ ഈ ഭൂമിയിൽ ജനിക്കാതിരുന്നോ? ഞാൻ ജീവിച്ചിരുന്നത് തെറ്റായിപ്പോയോ? സ്റ്റാൻലി പകച്ചുപോയി. ഉത്തരമില്ല. വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നവരാ ജിജോയും പപ്പയുടെ അനുജിത്തിയും. ദുർവിധി കൊണ്ട് ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. ജീവനെപ്പോലെ സ്നേഹിച്ചയാളിൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചു കളയാതെ അതിനെ പ്രസവിച്ചു വളർത്തണമെന്ന് റാണിയുടെ തീരുമാനം. അതല്ലേ ശരിക്കും അന്തസ്സ്? അതിനു പകരം ആ പാവത്തിനെ ഭീഷണിപ്പെടുത്തി വയറ്റിലുള്ള കുഞ്ഞിനെ നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ഒടുക്കം എവിടെയോ കൊണ്ടുപോയി രഹസ്യപ്രസവം നടത്തി കുഞ്ഞിനെ ഒരു ഓഫനേജിൽ ഉപേക്ഷിച്ചു. ഒരു ചെറുപ്പക്കാരനെ ചതിച്ചു മകളെ കെട്ടിയേൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഓർഫനേജിലുണ്ടായ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്തു. മകൾ കുഞ്ഞിനെ കാണാതെ മനം നൊന്ത് രോഗിയായി ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു. തിരിച്ചു വന്നപ്പോൾ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്നു. ഇങ്ങനെയാണോ കൊട്ടാരമറ്റം തറവാട്ടുകാർ അവരുടെ അന്തസ്സ് നിലനിർത്തുന്നത്? പറഞ്ഞു നിർത്തിയപ്പോഴേക്കും അലീന കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആവേശം അല്പം കൂടിപ്പോയെന്ന് അവൾക്ക് തന്നെ തോന്നി. സ്റ്റാൻലി ആശ്ചര്യത്തോടെ മകളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇടയ്ക്ക് മന്ദമായി തലയാട്ടുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അലീനയ്ക്ക് അല്പം ആത്മനിന്ദ തോന്നി. താൻ അധിക പ്രസംഗമാണോ കാണിച്ചത്? ഓക്കെ. സ്റ്റാൻലി ഒന്നുകൂടി തലകുലുക്കി. സോറി പപ്പ,
ഞാൻ ഒരുപാട് വർത്തമാനം പറഞ്ഞു. വേണ്ടായിരുന്നു, സോറി. ഇനിയും പറഞ്ഞു, ഞാൻ കേൾക്കാം. പപ്പ എന്നെ സഹായിക്കൂ. എന്ത് സഹായം? റാണി ആൻറ്റിയുടെ മോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് വീണ്ടെടുത്ത് കൊടുക്കണം. അതിന് പപ്പയുടെ സഹായം വേണം. സ്റ്റാലിയുടെ മറുപടിക്കായി അവൾ അല്പനേരം കാത്തു. അതോ എന്നെപ്പോലെ ആ കുഞ്ഞും 23-30 വർഷം ഒരു അനാഥാലയത്തിൽ ജീവിക്കണോ? റാണി ആൻറ്റി എന്നും മോളെ ഓർത്ത് സങ്കടപ്പെട്ട് ഇങ്ങനെ മനോരോഗിയായിട്ട് കഴിഞ്ഞുകൂടണോ? സ്റ്റാൻലിയുടെ മനസ്സിൽ പൊടുന്നനെ ആ ചിത്രം തെളിഞ്ഞു. ഏതോ അഗതിമന്ദിരത്തിൽ വരാന്തയുടെ തൂണും ചാരി വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ബാലിക. ഞാൻ സഹായിക്കാം. അലീന മുഖത്തൊരു ചിരി വിടരുന്നത് അയാൾ കണ്ടു. അവൾ അയാളുടെ കൈത്തലം പിടിച്ചുയർത്തി കൈവെള്ളയിൽ ഉമ്മ വെച്ചു. എന്നിട്ട് എഴുന്നേറ്റു. ഗുഡ് നൈറ്റ് പപ്പ. ഗുഡ് നൈറ്റ്. അലീന തൻ്റെ മുറിയുടെ മുൻപിലെത്തിയപ്പോൾ വാതിൽ അകത്തുനിന്ന് അടച്ചിരിക്കുകയാണ്. അവൾ വാതിലിൽ തട്ടി. കുറെ തട്ടിയിട്ടും വാതിൽ തുറക്കുന്ന ലക്ഷണമില്ല. അലീന ഷെറിനെ തെല്ലുറക്കെ വിളിച്ചുകൊണ്ട് വാതിൽ ഇടിച്ചു. ശബ്ദം കേട്ട് അവതുക്കുട്ടിച്ചാൻ വന്നു. ദേ വാതിൽ അടച്ചു കുറ്റിയിട്ടിരിക്കുന്നു. എത്ര വിളിച്ചിട്ടും തുറക്കുന്നില്ല, അലീന പരിഭ്രമത്തോടെ പറഞ്ഞു. അതുക്കുട്ടിച്ചാൻ പുറത്തുപോയി ജനലിലൂടെ നോക്കാൻ ശ്രമിച്ചു. ജനാല അടച്ചു കൊളുത്തിട്ട് കർട്ടനും വിരിച്ചിട്ടിരിക്കുന്നതിനാൽ അകത്തെ കാഴ്ചയൊന്നും കാണാൻ വയ്യ. അതുക്കുട്ടിച്ചായനും വന്നു മുട്ടി വിളിച്ചെങ്കിലും വാതിൽ തുറന്നില്ല. അലീന സ്റ്റാൻലിയെ വിളിക്കാനോടി.